കുന്നത്തുനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. കോലഞ്ചേരിയിലെ നിയോജക മണ്ഡലം ഓഫീസ് അടിച്ചു തകർത്തു. 15ഓളം പേർ അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. അതിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത 26 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിടണമെന്നാവശ്യപ്പെട്ട് എറണാകുളം പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അറസ്റ്റിലായവർക്ക് ജാമ്യം നൽകിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചു. അതേസമയം കുന്നത്തുനാട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് കരിങ്കൊടി കാണിച്ചിരുന്നു. കോലഞ്ചേരിയിൽ പരിപാടി കഴിഞ്ഞ് ബസ്സിൽ മടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി 5 ട്രാൻസ്ജെൻഡേഴ്സ് ബസ്സിന് മുന്നിലെത്തി കരിങ്കൊടി കാണിച്ചത്. ഇവരെ പോലീസ് നീക്കം ചെയ്തു. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ആകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിനെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. മുതിർന്ന നേതാക്കൾ ഇറങ്ങും എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ആ ആഗ്രഹമൊന്നും ഇവിടെ ചെലവാകില്ലെന്ന് പിണറായി പറഞ്ഞു. ബസ്സിൽ വരുന്നതിനിടെ 5-6 ചെറുപ്പക്കാർ പട്ടികയുമായി ഓടിവരുന്നത് കണ്ടു. പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിന്റെയും ബഹിഷ്കാരാഹ്വാനം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരടക്കമുള്ള ബഹുജനങ്ങൾ തള്ളി. കേരളത്തിന്റെ കാര്യത്തിൽ ബിജെപിക്ക് നിരാശയുണ്ട്. കേരളം ബിജെപിയെ സ്വീകരിക്കുന്നില്ല. കേരളത്തിന്റേത് ഉറച്ച മതനിരപേക്ഷ മനസ്സാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഓഫീസിന് നേരെ അതിക്രമം അഴിച്ചുവിട്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു. ആക്രമണം നടക്കുന്ന സമയത്ത് ഓഫീസ് പൂട്ടിക്കിടക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയും ചെയ്തു.